ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് 1 year old കുട്ടിയായിട്ട് എങ്ങനെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നു എന്നുള്ളത് ആണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ടിപ്സും ട്രിക്സും, എങ്ങനെ ടൈം മാനേജ് ചെയ്യുന്നു, എങ്ങനെ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് മാനേജ് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്ത് തരാം കേട്ടോ. ഞാനിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പമാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഈ അപ്പത്തിൻ്റെ റെസിപ്പി എല്ലാവർക്കും അറിയായിരിക്കും. ഇത് ഞാൻ തലേന്ന് പച്ചരി കുതിർത്ത് വെച്ചു. പിറ്റേന്ന് രാവിലെ ആയപ്പോഴത്തേക്ക് അത് അരച്ചു. അതിനകത്തോട്ട് ഞാൻ തേങ്ങാപ്പാലാണ് എടുത്തത്. നിങ്ങൾക്ക് തേങ്ങയാണെങ്കിലും അരക്കാം കേട്ടോ. തേങ്ങാപ്പാലും കുറച്ച് ക്യാഷ്നട്ട്സും അരച്ച് ഉപ്പും ഇട്ട് വെള്ളം നന്നായിട്ട് നീട്ടിയിട്ടാണ് ഈ അപ്പം ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് അരച്ച് ഉണ്ടാക്കാം കേട്ടോ. ഞാൻ ചെറുപയർ കറിയാണ് ഇന്ന് രാവിലെ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ തലേന്ന് ചെറുപയർ വെള്ളത്തിലിട്ട് കുതിർത്തു. എന്നിട്ട് പിറ്റേന്ന് പോട്ടിൽ എല്ലാ ഇൻഗ്രീഡിയൻസും ഒരുമിച്ചിട്ട് വേവിച്ച് കടുക് താളിക്കുമായിരുന്നു കേട്ടോ. അതാകുമ്പോൾ നിങ്ങൾക്ക് ടൈമും സേവ് ചെയ്യാൻ പറ്റും, നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയും കിട്ടും. ഇതൊരു ഫസ്റ്റ് ടിപ്പാണ് കേട്ടോ. ഞാൻ അങ്ങനെയാണ് ഉണ്ടാക്കുന്ന കറികളൊക്കെ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കറിയാകും. കാരണം രാവിലെയൊക്കെ ആകുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് ഫുഡ് കൊടുക്കുക എന്നുള്ളത്, അതും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കുക എന്നുള്ളതായിരിക്കും. അപ്പം ഞാൻ എല്ലാ ദിവസവും കുഞ്ഞിൻ്റെ ആണെന്നുണ്ടെങ്കിലും എൻ്റെ ഡയറ്റിലാണെന്നുണ്ടെങ്കിലും പയറുവർഗ്ഗങ്ങളും പച്ചക്കറിയും ഫ്രൂട്ട്സും ഒരുപാട് ഇൻക്ലൂഡ് ചെയ്യും കേട്ടോ. പിന്നീട് ഞാനൊരു കോഫി കുടിക്കുകയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ കോഫി ചായ അങ്ങനെയൊന്നും രാവിലെയും അങ്ങനെ ഒരു ടൈമിലും നിർബന്ധമില്ല. ഇടനേരത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ടോസ്റ്റ് ഉണ്ടാക്കുകയാണ്. ബ്രെഡ് ടോസ്റ്റാണ്, മൾട്ടിഗ്രെയിൻ ബ്രെഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഓട്സിൻ്റെ ബ്രെഡാണ്. അതാകുമ്പോൾ കുറച്ചുകൂടെ ഹെൽത്തിയാണ്, കുഞ്ഞുങ്ങൾക്കാണെങ്കിലും നല്ലതാണ്. അപ്പോൾ ബ്രെഡിൻ്റെ ഇടയ്ക്ക് ഈ ബനാന മിക്സെല്ലാം ഫില്ല് ചെയ്തിട്ട് മുട്ടയ്ക്കകത്ത് മുക്കി ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് ബട്ടറോ ഗീയോ എന്തെങ്കിലും യൂസ് ചെയ്യാം. അതാകുമ്പോൾ കുറച്ചും കൂടെ കുഞ്ഞുങ്ങൾക്ക് നല്ലതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ചു. അതാകുമ്പോൾ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കുന്ന ടൈമിൽ കുഞ്ഞിന് വിശക്കുകയാണെന്നുണ്ടെങ്കിൽ, ടൈം ഒത്തിരി ആകുകയാണെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സ് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. അതാകുമ്പം കുറച്ച് ഫില്ലിങ്ങുമാണ്, ഹെൽത്തിയാണ്. അപ്പോൾ അത് രണ്ടാമത്തെ ഒരു ടിപ്പാണ്. അതാകുമ്പോൾ നമുക്ക് കുഞ്ഞ് വിശന്നിരിക്കില്ല, നമുക്കാണെന്നുണ്ടെങ്കിലും കഴിക്കാം ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ ഇത് കുറച്ച് മെലണും സ്വീറ്റ് മെലണും വാട്ടർ മെലണൊക്കെയാണ് കേട്ടോ. ഞാൻ നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു റൂമിൽ ഒറ്റയ്ക്കാവുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന സ്ട്രഗിൾ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നു, അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുന്നു എന്ന് ഉള്ളൊരു തോന്നൽ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ലഞ്ചിന് മട്ടേരിയാണ് എടുക്കുന്നത്. ഇവിടെ തണുപ്പാകുമ്പോഴത്തേക്ക് ഭയങ്കര പാടാണ് ഈ അരി വേവാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ചൂടായതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ ചോറുണ്ടാക്കുന്നത് ഈ ടൈപ്പ് പ്രഷർ കുക്കറാണ്. ഇതൊരു പോട്ടാണ് കേട്ടോ. ഇത് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഇതിനകത്ത് എല്ലാം ഉണ്ടാക്കാം കേട്ടോ. കറിയും ഒക്കെ വെക്കാം. റൈസ് വേവാൻ എളുപ്പമാണ് കേട്ടോ. ഒരു 3/4 മണിക്കൂർ എടുക്കും. അരി നന്നായിട്ട് വെന്ത് കിട്ടും. കറിയായിട്ട് ഉണ്ടാക്കുന്നത് കോവയ്ക്കയും അതുപോലെ പച്ചക്കായില്ലേ, അതുമാണ് കേട്ടോ. കോവയ്ക്ക ഞാൻ ഫ്രൈ ചെയ്തെടുക്കും. പച്ചക്ക ഞാൻ തോരൻ വെക്കാനാണ് ഉദ്ദേശിച്ചേക്കുന്നത്. ഞാൻ തലേന്ന് തന്നെ ആലോചിച്ച് വെക്കും കേട്ടോ, പിറ്റേ ദിവസം എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ എന്തെങ്കിലും വെള്ളത്തിൽ കുതിർക്കാനൊക്കെ ഇടേണ്ടത് അപ്പം തന്നെ കുതിർക്കാനിടുകയും, ചില ദിവസങ്ങളിൽ തലേന്ന് തന്നെ ഞാനെല്ലാം അരിഞ്ഞൊക്കെ വെക്കാൻ ശ്രമിക്കാറുണ്ട്. പിറ്റേ ദിവസം രാവിലത്തേക്കുള്ളത്. അതാകുമ്പോൾ എളുപ്പം രാവിലത്തെ പണിയൊക്കെ തീർത്താൽ ഭയങ്കര ഈസിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഭയങ്കര എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ്. അത് നമുക്ക് ടൈമും നല്ലപോലെ സേവ് ചെയ്യാനും പറ്റും. ഇത് ജസ്റ്റ് ഇങ്ങനെ ഓണിയൻസും കോവയ്ക്ക എടുത്ത് എണ്ണയ്ക്കകത്തിട്ട് ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് ചില്ലി പൗഡറും അതുപോലെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. ഈ പച്ചക്ക ഇതുപോലെ അതിൻ്റെ തൊലിയൊന്നും ഞാൻ കളയുന്നില്ല, അത് നല്ലതാണ്. അപ്പോൾ ഞാനത് വെള്ളത്തിനകത്ത് ഉപ്പിട്ടിട്ട് അതിനകത്തോട്ട് ഇടുകയാണ് കേട്ടോ. അതിൻ്റെ കളർ അല്ലെങ്കിൽ മാറും, അതിനൊരു കറയുണ്ടല്ലോ. രാവിലത്തെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് ടൈം കുഞ്ഞിനെ കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞ് അവൻ കുറച്ച് നേരം കളിച്ചിട്ടൊക്കെ ഉറങ്ങും. ആ ടൈമിലാണ് ഞാൻ ബാക്കിയുള്ള കുക്കിങ്ങും ഞാൻ കുളിക്കുന്നതും അല്ലെന്നുണ്ടെങ്കിൽ
എൻ്റെ ഫുഡ് കഴിക്കൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ ടൈമിലാണ് ചെയ്യുന്നത് കേട്ടോ. പക്ഷേ എല്ലാ ദിവസവും ഒരേ രീതിയായിരിക്കില്ല, എപ്പോഴും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അത് വെച്ചിട്ട് അഡാപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. എന്നാലും രാവിലെ തന്നെ ആ ഒരു ടൈമിൽ അവൻ ഉറങ്ങുന്ന ടൈമിൽ തന്നെ അപ്പോൾ തന്നെ പോയി കുളിക്കും. പിന്നീട് ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് എളുപ്പം ഇതുപോലത്തെ ചെറിയ ചെറിയ റെസിപ്പീസൊക്കെ വെച്ചിട്ടാണ്. അതും നല്ല ന്യൂട്രീഷ്യസ് ആയിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട്. അതാകുമ്പോൾ നമുക്ക് ടൈമും സേവ് ചെയ്യാം, അതുപോലെ തന്നെ നല്ല ഫുഡും കഴിക്കാം. അതായത് ലഞ്ചും ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം, അല്ല ഇടനേരത്തുള്ള ഫുഡും എല്ലാം നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇക്ക ആ ടൈമിൽ വന്നിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് എനിക്ക് പീരിയഡ്സ് ആയി, നല്ല വയറുവേദനയൊക്കെ ആയിരുന്നു. അപ്പോൾ ആള് ക്ലിനിക്കിൽ നിന്ന് മരുന്നും പിന്നെന്താ ഒരു ഈ ഹോട്ട് വാട്ടർ ബാഗില്ലേ അതും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇക്ക പോയി. അപ്പോൾ ഞാൻ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാണ് കേട്ടോ. എൻ്റെ കയ്യിൽ ചിരവയില്ല, അപ്പോൾ ഞാൻ ഇങ്ങനെ കോക്കനട്ട് കട്ട് ചെയ്തിട്ട് മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യാൻ ടൈമില്ലെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കയ്യിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ട്, അത് ഞാൻ യൂസ് ചെയ്യും. അല്ലെങ്കിൽ കോക്കനട്ട് മിൽക്ക് പൗഡർ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് യൂസ് ചെയ്യാൻ ടൈമിൽ ലാഭിക്കാം. അപ്പോൾ ഞാൻ തോരനുള്ള പ്രിപ്പറേഷൻ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഊണ് കഴിക്കാൻ പോവാണ്, ഞാനും എക്കിയും ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ എക്കിക്ക് ഞാൻ ചെയറിലിരുത്തിയിട്ടാണ് കൊടുക്കുന്നത് ഫുഡ്. അപ്പോൾ അതാവുമ്പോൾ അവന് തന്നെ കുറച്ചൊക്കെ കഴിച്ചോളും. പിന്നീട് ഞാനും വാരി കൊടുക്കും. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് കഴിക്കാനുള്ളൊരു ഇൻട്രസ്റ്റും ഉണ്ടാവും, എനിക്കും ആ ടൈമിൽ ഫുഡ് കഴിക്കാനും പറ്റും കേട്ടോ. അങ്ങനെ ശീലിപ്പിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ ഒന്ന് ശീലിപ്പിച്ച് നോക്ക്. അതാകുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി ടൈം സേവ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇക്ക വന്നിട്ടുണ്ടായിരുന്നു. ഇക്ക വന്നു കഴിഞ്ഞാൽ പിന്നെ എക്കി എൻ്റെ അടുത്ത് വരികയില്ല. അവൻ ഇക്കാടോടെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കും. ഇക്ക വരുന്ന സമയത്ത് ഹോട്ടലിൽ നിന്ന് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ കൊണ്ടുവരും കേട്ടോ. എനിക്ക് ഈ ക്രോസൻ്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതും പിന്നെ കുറച്ച് പേസ്ട്രീസും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ